നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ മിഥുനം രാശിക്കാരുടെ 2026 മുതൽ 2030 വരെയുള്ള കാലത്തെ ഭാവിയെ കുറിച്ചാണ് വിശദമായി സംസാരിക്കുന്നത്. മിഥുനം രാശിക്കാർക്കിപ്പോൾ 7.5 ശനിയോ അഷ്ടമശനിയോ ഇല്ല എന്നുള്ളത് വലിയൊരാശ്വാസമാണ്. എങ്കിലും രാഹുകേതുക്കളുടെ രാശിമാറ്റങ്ങളും വ്യാഴത്തിന്റെ രാശിമാറ്റങ്ങളും ശനിയുടെ 10, 11 ഭാവങ്ങളിലെ സഞ്ചാരവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാണ് ശനിദേവൻ. മിഥുന രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ 8ാം ഭാവത്തിന്റെയും 9ാം ഭാവത്തിന്റെയും അധിപനാണ് ശനിദേവൻ. ഇതിൽ 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മിഥുന രാശിക്കാർക്ക് ശനി നിങ്ങളുടെ ഭാഗ്യാധിപൻ കൂടിയാണ്. ഈ 5 വർഷത്തിനിടയിൽ ശനിദേവന്റെ 2 പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അവ ഏതൊക്കെയാണെന്നും അത് നിങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും നമുക്ക് ഓരോന്നായി വിശദമായി നോക്കാം. 2027 ജൂൺ മാസം വരെയുള്ള കാലയളവിൽ ശനിദേവൻ നിങ്ങളുടെ രാശിയുടെ 10ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ 10ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മസ്ഥാനം അഥവാ തൊഴിൽ മേഖലയാണ്. ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ ജോലിയിൽ അലസത ഒട്ടും പാടില്ല. നിങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ കഠിനാധ്വാനം വളരെ കൂടുതലായി ആവശ്യമായി വരുന്ന സമയമാണിത്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിയായി വർദ്ധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കഴിവിലോ തസ്തികയിലോ ഉള്ളതിനേക്കാൾ വലിയ ചുമതലകൾ നിങ്ങളെ തേടി വന്നേക്കാം. അധ്വാനം കൂടുമെങ്കിലും അത് നിങ്ങളുടെ ഭാവി കരിയറിലേക്ക് വലിയൊരു അടിത്തറയായി മാറും. 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തന്റെ പ്രത്യേക ദൃഷ്ടികൾ കൊണ്ട് നിങ്ങളുടെ ജാതകത്തിലെ 3 പ്രധാന ഭാവങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ശനിയുടെ നോട്ടം നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പതിക്കുന്നതിനാൽ അനാവശ്യമായ ചെലവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോ വിദേശത്ത് ജോലി നോക്കുന്നവരോ ആണെങ്കിൽ ഈ ദൃഷ്ടി നിങ്ങൾക്ക് അനുകൂലമാണ്. വിദേശയാത്രക്കുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. 4ാം ഭാവം എന്നത് നമ്മുടെ വീട്, വാഹനം, അമ്മ, മനസമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ശനി നോക്കുന്നതിനാൽ പുതിയ വീട് പണി ആരംഭിക്കാനോ വാഹനം വാങ്ങാനോ നോക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളോ കാലതാമസമോ നേരിടാം. അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ഈ സമയം പ്രത്യേകം ശ്രദ്ധ ഉണ്ടായിരിക്കണം. 7ാം ഭാവം നിങ്ങളുടെ ജീവിത പങ്കാളിയെ കാണിക്കുന്നതാണ്. ബിസിനസ്സിലെ പാർട്ട്ണർഷിപ്പും ഇതിൽ വരും. ശനിയുടെ ദൃഷ്ടി ഇവിടെയുള്ളതിനാൽ പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സംസാരത്തിൽ എപ്പോഴും സംയമനം പാലിക്കുകയും ദേഷ്യം നിയന്ത്രിക്കുകയും വേണം. 2027 ജൂൺ മാസത്തിൽ ശനിദേവൻ മീനം രാശിയിൽ നിന്നും മാറി മേടം രാശിയിലേക്ക് പ്രവേശിക്കും. ഇത് നിങ്ങളുടെ രാശിയുടെ 11ാം ഭാവമാണ്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നാൽ ലാഭസ്ഥാനം അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന ഇടമാണ്. മിഥുനം രാശിക്കാർക്ക് ഈ 5 വർഷത്തിനിടയിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സുവർണകാലം ഇതാണ്. ഭാഗ്യാധിപനായ ശനി ലാഭസ്ഥാനത്ത് വരുമ്പോൾ വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത്. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന കാര്യങ്ങൾ, മുടങ്ങിക്കിടന്ന ബിസിനസ് പ്രൊജക്ടുകൾ, വീട് പണി എന്നിവയെല്ലാം പെട്ടെന്ന് തന്നെ നടപ്പിലാകും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടും. തൊഴിലിൽ നിന്നും ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശനിദേവൻ നിങ്ങളുടെ 1ാം ഭാവം, 5ാം ഭാവം, 8ാം ഭാവം എന്നിവിടങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് പതിക്കുന്നത് കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും മനസ്സിന് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകളോ അമിത ചിന്തയോ ഉണ്ടായേക്കാം. എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന അവസ്ഥ വരാം. ഇത് മറികടക്കാൻ ധ്യാനമോ പ്രാർത്ഥനയോ ശീലമാക്കുക. 5ാം ഭാവം മക്കളെയും നമ്മുടെ ബുദ്ധി വളർച്ചയെയും സൂചിപ്പിക്കുന്നു. ഇവിടെ ദൃഷ്ടിയുള്ളതിനാൽ മക്കളുടെ പഠനകാര്യങ്ങളിലോ അവരുടെ ആരോഗ്യ കാര്യങ്ങളിലോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും.
ഈ സമയം വിദ്യാർത്ഥികൾ പഠനത്തിൽ അല്പം കൂടി കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളും വിപ്ലവകരമായ വഴിത്തിരിവുകളും കൊണ്ടുവരുന്ന ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും. മിഥുനൻ രാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന 5 വർഷങ്ങളിൽ രാഹുകേതുക്കൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. നിലവിൽ, അതായത് 2026 ഡിസംബർ മാസം വരെയുള്ള സമയത്ത് രാഹു നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനവും പിതൃസ്ഥാനവുമാണ്. രാഹു ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ച് ഒരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടരുത്. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ വലിയ റിസ്കുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ തടസ്സങ്ങളോ നഷ്ടങ്ങളോ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഠിനാധ്വാനത്തെ മാത്രം വിശ്വസിക്കുക. കൂടാതെ പിതാവുമായി അല്ലെങ്കിൽ പിതൃതുല്യരായ ആളുകളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അതിനാൽ അവരുമായുള്ള അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. 3ാം ഭാവത്തിലെ കേതു മിഥുനൻ രാശിക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിങ്ങളുടെ ധൈര്യവും ആത്മവിശ്വാസവും ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ഏത് വലിയ പ്രതിസന്ധി വന്നാലും അതിനെയെല്ലാം ധീരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ തളർത്താൻ നോക്കുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ എതിരാളികളെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ ഈ സമയം നിങ്ങൾക്ക് കഴിയും. 2026 ഡിസംബർ മാസത്തിൽ രാഹു നിങ്ങളുടെ 8ാം ഭാവത്തിലേക്കും കേതു 2ാം ഭാവത്തിലേക്കും മാറും. 2028 ജൂലൈ വരെയുള്ള ഈ 1.5 വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചില വലിയ സർപ്രൈസുകളും അതോടൊപ്പം ചില മുൻകരുതലുകളും വേണ്ട സമയമാണ്. 8ാം ഭാവം എന്ന് പറയുന്നത് തടസ്സങ്ങളുടെയും ഗൂഢമായ കാര്യങ്ങളുടെയും ഇടമാണ്. അവിടെ രാഹു വരുമ്പോൾ ചില പെട്ടെന്നുള്ള വലിയ ധനലാഭങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് ഇൻഷുറൻസ് തുകകൾ ലഭിക്കുക, പാരമ്പര്യമായി കിട്ടേണ്ട സ്വത്തുക്കൾ കൈവശം വന്നു ചേരുക, അല്ലെങ്കിൽ വിചാരിക്കാത്ത വഴിയിലൂടെ പണം വരിക എന്നിവ ഇതിന്റെ പോസിറ്റീവ് വശമാണ്. കൂടാതെ ജ്യോതിഷം, മന്ത്രവാദം, ശാസ്ത്ര ഗവേഷണങ്ങൾ തുടങ്ങിയ ഗൂഢശാസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് വലിയ താല്പര്യവും അറിവും ഉണ്ടാകും. എന്നാൽ ആരോഗ്യകാര്യങ്ങളിലും വാഹനമോടിക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണിത്. 2ാം ഭാവം നമ്മുടെ ധനത്തെയും കുടുംബത്തെയും സംസാരത്തെയും സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ കേതു വരുന്നത് കൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങളുടെ ഒരു ചെറിയ വാക്ക് കാരണം കുടുംബത്തിൽ വലിയ തർക്കങ്ങളോ ഒത്തുതീർപ്പില്ലായ്മയോ ഉണ്ടായേക്കാം. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് തെറ്റായ ഭക്ഷണ രീതികൾ കാരണം വയറിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിലും നല്ല ശ്രദ്ധ വേണം. 2028 ജൂലൈ മാസത്തോടെ രാഹു നിങ്ങളുടെ 7ാം ഭാവത്തിലേക്കും കേതു നിങ്ങളുടെ ജന്മരാശിയിലേക്കും പ്രവേശിക്കും. 2029 അവസാനം വരെ ഈ സ്ഥിതിയിൽ തുടരും. 7ാം ഭാവം എന്നാൽ പങ്കാളിത്തത്തിന്റെ ഭാവമാണ്. രാഹു 7ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലും വിവാഹ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. പുതിയ ആളുകളുമായി കൂട്ടുകച്ചവടത്തിന് ഇറങ്ങാൻ വലിയ അവസരങ്ങൾ വരും. എന്നാൽ പുതിയ പാർട്ട്ണർമാരെ പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് മുൻപ് കൃത്യമായ അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. വിവാഹം അന്വേഷിക്കുന്നവരും പ്രണയിക്കുന്നവരും പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ധൃതി കൂട്ടാതെ അല്പം ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. 2030 വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാഹു നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് മാറും. ജ്യോതിഷത്തിൽ 6ാം ഭാവത്തിലെ രാഹു സഞ്ചാരം വളരെ മികച്ച ഫലങ്ങളാണ് നൽകുക. മിഥുനൻ രാശിക്കാർക്ക് വലിയൊരാശ്വാസം തരുന്ന സമയമായിരിക്കും ഇത്. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകളിൽ നിന്നും ലോണുകളിൽ നിന്നും പൂർണ്ണമായോ ഭാഗികമായോ മോചനം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് കൃത്യമായ ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയും. കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും തങ്ങളുടെ കരിയറിൽ മികച്ച വിജയം നേടാനും വലിയ പദവികളിൽ എത്തിച്ചേരാനും ഈ 2030 രാഹുമാറ്റം സഹായിക്കും. ജ്യോതിഷത്തിൽ ഏറ്റവും വലിയ ശുഭഗ്രഹവും ഭാഗ്യദായകനുമാണ് ദേവഗുരുവായ വ്യാഴം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ 7ാം ഭാവത്തിന്റെയും 10ാം ഭാവത്തിന്റെയും അധിപനാണ് വ്യാഴം. അതായത് നിങ്ങളുടെ വിവാഹ ജീവിതവും കരിയറും നിയന്ത്രിക്കുന്നതിൽ വ്യാഴത്തിന് വലിയ പങ്കുണ്ട്.
ഈ വരാൻ പോകുന്ന 5 വർഷങ്ങളിൽ വ്യാഴമുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സുവർണകാലത്തിന് തന്നെയാണ് വഴി തുറക്കുന്നത്. നിലവിൽ നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 2026 ജൂൺ 2-ന് നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. 2-ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനസ്ഥാനം അഥവാ കുടുംബസ്ഥാനമാണ്. വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിങ്ങളുടെ ധനസ്ഥാനത്ത് വരുമ്പോൾ മിഥുനൻ രാശിക്കാർക്ക് അത് സാമ്പത്തികമായി ഏറ്റവും വലിയ സുവർണകാലമായി മാറും. ധനപരമായി നിങ്ങൾ വിചാരിക്കാത്തത്ര വലിയ ഉയർച്ചകൾ ഈ സമയമുണ്ടാകും. വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം വന്നു ചേരും. കുടുംബത്തിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ മാറി സന്തോഷവും ഐശ്വര്യവും സമാധാനവും തിരിച്ചു കിട്ടും. 2-ാം ഭാവം വാക്സ്ഥാനം കൂടിയായതിനാൽ നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയ വിലയും ബഹുമാനവും ലഭിക്കുന്ന സമയമായിരിക്കും ഇത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ 6, 8, 10 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി പതിക്കുന്നതിനാൽ നിങ്ങളുടെ പഴയ കടബാധ്യതകളും ലോണുകളും വീട്ടി തീർക്കാൻ സാധിക്കും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വലിയ മോചനം ലഭിക്കും. 8-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ഭാഗ്യം നിങ്ങളെ തേടി വരും. പെട്ടെന്നുള്ള നല്ല വഴിത്തിരിവുകൾ ജീവിതത്തിലുണ്ടാകും. 10-ാം ഭാവം നിങ്ങളുടെ കർമ്മസ്ഥാനമാണ്. വ്യാഴത്തിന്റെ നോട്ടം ഇവിടെ പതിക്കുന്നതിനാൽ തൊഴിൽ രംഗത്ത് വലിയ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവ ലഭിക്കും. നിലവിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വളരെ മികച്ച പുതിയ ജോലി ലഭിക്കാനും ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാകാനും ഈ ദൃഷ്ടി സഹായിക്കും. 2027 ജൂലൈ മുതൽ 2028 ജൂലൈ വരെയുള്ള കാലയളവിൽ വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവമായ സഹോദര ധൈര്യസ്ഥാനത്തേക്ക് മാറും. വ്യാഴത്തിന്റെ ഈ മാറ്റം വഴി നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയും സഹായവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പുതിയതായ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചാൽ അവർ അതിനൊപ്പം നിൽക്കും. തൊഴിലിലോ ബിസിനസ്സിലോ വേണ്ടി ചെയ്യുന്ന ചെറിയ ചെറിയ യാത്രകൾ വഴി വലിയ നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ഉണ്ടാക്കാൻ ഈ സമയം സാധിക്കും. 3-ാം ഭാവത്തിൽ നിന്ന് വ്യാഴം നിങ്ങളുടെ 7, 9, 11-ാം ഭാവങ്ങളെയാണ് നോക്കുന്നത്. 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ലഭിക്കുന്നത് വിവാഹം അന്വേഷിക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും. പിതാവിന്റെ ആരോഗ്യത്തിൽ നല്ല പുരോഗതിയുണ്ടാകും. ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. 11-ാം ഭാവം ലാഭസ്ഥാനമായതിനാൽ ഇവിടെ വ്യാഴദൃഷ്ടി ലഭിക്കുന്നത് മൂലം നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. ഒന്നിലധികം വഴികളിലൂടെ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. 2028 ജൂലൈ മാസത്തിന് ശേഷം വ്യാഴം നിങ്ങളുടെ 4-ാം ഭാവമായ സുഖസ്ഥാനത്തേക്ക് വരുന്നു. ഈ സമയത്ത് മിഥുനൻ രാശിക്കാർക്ക് പുതിയ വീട് വെക്കാനോ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാനോ ഉള്ള യോഗം വളരെ ശക്തമാണ്. കുടുംബത്തിലെപ്പോഴും സന്തോഷവും ഒരു ഉത്സവ പ്രതീതിയും നിലനിൽക്കും. അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും അമ്മയുടെ അനുഗ്രഹം വഴി നിങ്ങളുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ മിഥുനൻ രാശിക്കാർക്ക് 2026 മുതൽ വരാൻ പോകുന്ന 2030 വരെയുള്ള ഈ 5 വർഷങ്ങൾ നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ കാലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഗ്രഹമാറ്റങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് 2026 ജൂൺ 2-ന് സംഭവിക്കുന്ന വ്യാഴത്തിന്റെ ധനസ്ഥാനത്തേക്കുള്ള മാറ്റം നിങ്ങളെ സാമ്പത്തികമായി വളരെ ഉയരങ്ങളിലെത്തിക്കും. അതുപോലെ തന്നെ 2027 ജൂണിന് ശേഷം ശനിദേവൻ നിങ്ങളുടെ 11-ാം ഭാവമായ ലാഭസ്ഥാനത്തേക്ക് വരുന്നത് വലിയ സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായി തന്നുകൊണ്ടിരിക്കും. തൊഴിലിലും ബിസിനസ്സിലും വലിയ ഉയർച്ചകൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ കാണാൻ സാധിക്കും. എങ്കിലും രാഹു 8-ാം ഭാവത്തിലും കേതു 2-ാം ഭാവത്തിലും വരുന്ന സമയങ്ങളിൽ കുടുംബ ബന്ധങ്ങളിലും നിങ്ങളുടെ സംസാരത്തിലും അല്പം നിയന്ത്രണം ഉണ്ടായിരിക്കണം. സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മുതിർന്നവരുടെ ഉപദേശം നേടുന്നത് നന്നായിരിക്കും. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയാൽ വരാൻ പോകുന്ന ഈ 5 വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതും സുവർണതുല്യവുമായ കാലമാക്കി മാറ്റാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും.
വരാനിരിക്കുന്ന ഈ 5 വർഷങ്ങളിൽ വലിയ തോതിലുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗ്രഹങ്ങളുടെ ദൃഷ്ടിദോഷം കൊണ്ടോ അല്ലെങ്കിൽ രാഹുകേതുക്കളുടെ മാറ്റങ്ങൾ കൊണ്ടോ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിനായി മിഥുനൻ രാശിക്കാർ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. മിഥുനൻ രാശിക്കാരുടെ രാശ്യാധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ബുധന്റെ അതിദേവത മഹാവിഷ്ണുവാണ്. അതിനാൽ നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുന്നതിനും തൊഴിലിൽ തടസ്സങ്ങൾ മാറുന്നതിനുമായി എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ അത് ഭക്തിപൂർവം കേൾക്കുകയോ ചെയ്യുക. 2027 ജൂൺ വരെ ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നതിനാലും അതിനുശേഷം ശനി ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലേക്ക് പതിക്കുന്നതിനാലും ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ പ്രത്യേക പരിഹാരങ്ങൾ ചെയ്യണം. ശനിയാഴ്ചകളിൽ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം ശനി സ്തോത്രം ജപിക്കുന്നതും ശനിദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. മിഥുനൻ രാശിക്കാരുടെ വരാനിരിക്കുന്ന 5 വർഷത്തെക്കുറിച്ചുള്ള ഈ ജ്യോതിഷ അപഗ്രഥനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മിഥുനൻ രാശിക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.